الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم صل على الذات المحمدية اللطيفة العهدية شمس سماع الأسرار ومظهر الأنوار ومركز مدار الجلال فلك الجمال أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا صدق الله العظيم وقال نبينا وحبيبنا محمد صلى الله عليه وسلم صنفان من أمتي إذا صلح الناس كلهم وإذا فسد الناس كلهم العلماء والأمراء. خادمت بماضيه نستقيل به الله ما شاء الله ذنوب عمر الماضى في الشعر والخدم مولاي صلي وسلم دائما أبدا لا قوة إلا بالله على حبيبك خير الخلق كلهم إذ قلدني يا ما تخشى عواقبه الله ما شاء الله كأنني بهما هدي من النعم مولاي صلي وسلم دائما أبدا لا قوة إلا بالله على حبيبك خير الخلق كلهم.
സർവ്വധന്യായ രക്ഷിതാക്കളെ, മക്കളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെടുന്നവരാണവരായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ സംഭവിച്ച പാപങ്ങളൊക്കെ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിത പാപ സുരക്ഷിതരായി ജീവിക്കുവാൻ നാഥനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവസാനം ആഖിറത്ത് നന്നായി മരിക്കാനും നാഥനായ റബ്ബ് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന വളരെ ഗഹനമായുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ മക്കയിൽ തുടങ്ങിവെച്ച കാലഘട്ടം മുതൽ തന്നെ കേരളക്കരയിലും അതുപോലെ തന്നെ മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സന്ദേശവുമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ഇസ്ലാമിനെ പഠിച്ച സ്വഹാബത്ത് കിറാം സന്ദേശവുമായി പലയിടങ്ങളിലും ചെന്നിട്ടുണ്ട്. ആ രീതിയിൽ കേരളക്കരയിലും ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാറും സംഘവും പരിശുദ്ധമായ ഇസ്ലാമിന്റെ സന്ദേശവുമായി കടന്നു വരികയുണ്ടായി. എല്ലാ നിലക്കും ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടും കേട്ടും അനുസരിച്ചും പ്രവർത്തിച്ചും മാതൃക പിൻപറ്റിയ സ്വഹാബത്ത് കിറാമിന്റെ ഒരുപറ്റം സ്വഹാബികളാണ് പരിശുദ്ധമായ കേരളത്തിലേക്ക് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ദീനാകുന്ന പരിശുദ്ധമായ ഇസ്ലാം ദീനിനെ ജനങ്ങളിലേക്ക് പ്രബോധനം നൽകുവാൻ ഇവിടെ എത്തിയത്. ചരിത്രം വായിക്കുമ്പോൾ ഇതൊക്കെ വസ്തുനിഷ്ഠപരമായി നമുക്ക് ഇതിനെ വായിച്ചെടുക്കാൻ സാധിക്കും. എന്തെല്ലാമാണോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അല്ലാഹു പരിശുദ്ധമായ ഖുർആൻ വഴി ഇറക്കി കൊടുത്തത്, അതെല്ലാം അതിന്റെ തനതായ രൂപത്തിൽ പഠിച്ചെടുത്ത് ഒപ്പിയെടുത്തുകൊണ്ടാണ് സ്വഹാബത്ത് കിറാം വിവിധങ്ങളായ സ്ഥലങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയത്. ആ കൂട്ടത്തിൽ വന്ന സ്വഹാബത്ത് കിറാം കേരളത്തിൽ വന്ന് തമ്പടിക്കുകയും അന്ന് അവർക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് ഇവിടെ അന്ന് താമസിച്ചു പോന്നിരുന്ന ഇവിടുത്തെ മുസ്ലിങ്ങളല്ലാത്ത മുസ്ലിം വിഭാഗക്കാരെ പോലും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നുള്ളതൊക്കെ ചരിത്രപരമായ വസ്തുതയാണ്. ഏതുവരെ വെച്ചാൽ അവരുടെ നിക്കാഹ് കർമ്മം പോലും അവരിവർക്ക് ചെയ്തു കൊടുക്കാൻ, അതായത് അവരുടെ കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ പോലും വിവാഹം ചെയ്തു കൊടുക്കാനുള്ള സമ്മതം അവർക്ക് നൽകുകയും അതുവഴി അവർക്കൊരു പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ കഴിയുകയും പിന്നെ അവർക്ക് താമസ സൗകര്യത്തിനും അതുപോലെ തന്നെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുഴുവനും സൗകര്യം ചെയ്തു കൊടുത്തത് അന്ന് ഈ കേരളക്കരയിൽ താമസിച്ചു പോന്നിരുന്ന മുസ്ലിം അല്ലാത്ത വിഭാഗക്കാരായിരുന്നു എന്നുള്ളതൊക്കെ വളരെ വസ്തുനിഷ്ഠപരമായ കാര്യങ്ങളാണ്. പള്ളികൾ നിർമ്മിക്കുവാനും അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ നിർമ്മിക്കുവാനും വേണ്ടിയുള്ള സ്ഥല സൗകര്യങ്ങൾ പോലും അവർ ചെയ്തു കൊടുത്തു എങ്കിൽ അന്നത്തെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ അവരുടെ ഇടയിൽ തന്നെ വളരെയധികമുള്ള പല മാമൂലുകളും നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്ന് പറയുന്ന വലിയ ഐത്തം നടക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹചാരികളായ സ്വഹാബത്ത് കിറാം കടന്നു വന്നുകൊണ്ട് അവരുടെ ഇടയിലേക്ക് പ്രബോധനവുമായി വരുന്നത്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. സ്ഥലമെടുപ്പ് നടത്താൻ വേണ്ടി അന്നത്തെ ഭാഷയിൽ ഏറുംപാടം കണ്ണും പാടവും കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഈ ഏറുംപാടം കണ്ണും പാടവും വന്നത്? അവരിൽപ്പെട്ട അവരുടെ അന്നത്തെ പ്രസിദ്ധരായ നാട്ടുരാജാക്കന്മാരിൽപ്പെട്ട പ്രമുഖനായ ഒരാൾ വന്നുകൊണ്ട്
സ്വഹാബത്ത് കിറാം അല്ലെങ്കിൽ അവരുടെ പിൻപറ്റി ജീവിക്കുന്ന ആളുകളെ വിളിച്ച് നിങ്ങൾക്ക് എത്ര സ്ഥലമാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറുംപാടം വേണോ കണ്ണുംപാടം വേണോ എന്ന് ചോദിക്കുമ്പോൾ ഏതാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഏറുംപാടമാണെങ്കിൽ അവിടെ നിന്ന് ഒരു കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ട് ആ കല്ല് എത്ര ദൂരത്ത് പോയി വീഴുന്നുവോ അത്രയും സ്ഥലം ചുറ്റി വളച്ചുകൊണ്ട് ഇവർക്ക് എഴുതി കൊടുക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അതല്ല ഈ കണ്ണുംപാടമാണെങ്കിൽ നോക്കിയാൽ കാണുന്ന ഒരു സ്ഥലത്തേക്ക് നോക്കുകയും അതിനൊരു പ്രത്യേക അതിന് നിശ്ചയിച്ചുകൊണ്ട് അതിനിടയിലുള്ള സ്ഥലങ്ങൾ മുഴുവനും പരിശുദ്ധരായ സ്വഹാബത്തിനും അനുയായികൾക്കും വേണ്ട സൗകര്യങ്ങൾ ചെയ്യാനുള്ള സ്ഥലമായി അവർക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ളതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കിട്ടിയ സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തി അതിൽ പള്ളികൾ നിർമ്മിച്ചു, ആരാധനാലയങ്ങൾ കൊണ്ടുവന്നു. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഏതൊരു വിധം അവർ സ്വീകരിച്ചുവോ ആ സ്വീകരിച്ച പ്രകാരം തന്നെ അവർ ഈ കേരളക്കരയിലും പരിശുദ്ധമായ ഇസ്ലാമിന്റെ ദീനീ ദഅവ രംഗത്തും നിറഞ്ഞു നിന്നു എന്നുള്ളതാണ്. 5 വഖത്തിനും ടൈമാകുമ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്ക് വിളി കേട്ട് വിശ്വസിച്ചതായ മുഅ്മിനീങ്ങൾ വന്ന് പള്ളിയിൽ നിന്ന് നമസ്കാരം ചെയ്യുന്നത് ഒളിഞ്ഞു പാർത്തും കൊണ്ട് എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ മറ്റുള്ള സമുദായക്കാർ നോക്കുമ്പോൾ അവിടെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വർഗമെന്നോ എന്നൊന്നും വ്യത്യാസമില്ലാത്ത രീതിയിൽ സ്വഭാവം നിന്നുകൊണ്ട് അവരുടെ ഈ തൊട്ടുകൂടായ്മയും വീട്ടിക്കൂടായ്മയുമുള്ള ഈ ഒരു ഐക്യകാലത്ത് പോലും വളരെ സഹോദരത്തോടുകൂടി സ്നേഹത്തോടുകൂടി നമസ്കരിക്കുന്നത് കണ്ട പലരും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് മാത്രം തന്നെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ആ കാലഘട്ടത്തിലെ ഇവരുടെ അസത്യമായ ഈ ഐക്യത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വിമുക്തി നേടാൻ പോലും പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശാസ്ത്ര തീരത്തേക്ക് ഇത്തരം ആളുകൾ കടന്നു വന്നതായിട്ട് ചരിത്രം റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ ഇസ്ലാമിൽ പ്രത്യേകമായ ഒരാളുകൾക്ക് ഒരു വിഭാഗക്കാർക്ക് പ്രത്യേക സ്ഥാനം പവറോ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അറബിക്ക് അറബിയെക്കാളും അജമിക്ക് മറ്റുള്ളവരെക്കാളും ഒരു പ്രത്യേകമായ ഒരു പവർ നൽകുന്നില്ല. വെളുത്തവന് കറുത്തവനേക്കാൾ പ്രത്യേകമായ ഒരു പവറിന്റെ മഹത്വമില്ല. പണക്കാരന് പാവപ്പെട്ടവനേക്കാൾ പ്രത്യേകമായ ഒരു മഹത്വമില്ല. പിന്നെ മഹത്വമുള്ളത് അല്ലാഹുവിനെ തവക്കുൽ ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ പ്രത്യേകമായി പേടിച്ചുകൊണ്ട് അവനെ തഖ്വ കൊണ്ട് ചെയ്തുകൊണ്ട് ജീവിക്കുന്നതാണ്. അവർക്കാണ് പരിശുദ്ധമായ ഇസ്ലാമിൽ പ്രത്യേക സ്ഥാനമെന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഏതൊരു വണ്ണത്തിലാണോ അവർ സ്വീകരിച്ചത് അതേ രൂപത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിനെ ഇവിടെയും അവർ അതിന്റെ പച്ചക്കറി നടത്തുകയാണ്. അതിലൂടെ ഇങ്ങനെ വളർന്ന് വന്നുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വലിയ വൃക്ഷം പോലെ പടർന്ന് പന്തലിക്കുകയാണ്. അതിൽ നിന്ന് ശിശുരങ്ങളുണ്ടായി നാനാഭാഗത്തേക്കും ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പല ദിക്കുകളിലേക്ക് പരിശുദ്ധമായ ഇസ്ലാം കടന്നു ചെല്ലുകയും അവിടെയൊക്കെ പരിശുദ്ധരായ സ്വഹാബത്തിൽ നിന്ന് ഏറ്റുപിടിച്ചുകൊണ്ട് എങ്ങനെയാണോ ദീനി പ്രബോധനം അവർ നടത്തിയത് ആ രൂപത്തിൽ തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിത്തറ ഭാഗം അതിന്റെ മുകളിലേക്കുള്ള കെട്ടിട നിർമ്മാണങ്ങൾ അതുവഴി വന്ന തലമുറക്കാർ നിർവഹിച്ചു വരികയാണ്. അങ്ങനെ പോലെ അവർ അത്രകാലം ആചരിച്ചും അനുഷ്ഠിച്ചും കർമ്മങ്ങൾ ചെയ്തും ആചാര അനുഷ്ഠാന കർമ്മങ്ങളിൽ ഒഴുകിയത് പിന്നീട് ഒരു കാലഘട്ടം വന്നപ്പോ ഏകദേശം നമ്മള് അതിന്റെ ഒരു നൂറ്റാണ്ടിൽ അടുത്ത് നിൽക്കുകയാണ്. 1920 കാലഘട്ടങ്ങളിൽ അത്രകാലം നമ്മൾ ചെയ്തു പോകുന്ന പല കാര്യങ്ങളും അത് ബിദ്അത്താണെന്നും അതുപോലെ തന്നെ അത് ശിർക്കാണെന്നും അത് ചെയ്താൽ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താണെന്നും മക്ക മുശ്രിക്കുകൾ ചെയ്ത പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ ഒരു ആളുകൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. വളരെ ഖേദകരമാണ്. മക്ബറുകളിൽ പോയി അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ശിർക്കിന്റെ പട്ടികയിൽ അവർ ചെന്നെത്തിക്കൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അത് വിരഹത്തിന്റെ പട്ടികയിൽ ചേർത്തി, ശിർക്കിന്റെ പട്ടികയിൽ അവർ ചേർത്തി. മുത്തുനബിയുടെ മതങ്ങൾ പാടാനും പറയാനും പാടില്ല എന്ന് അവർ വരുത്തി തീർത്തു. മരണപ്പെട്ടു പോയവരുടെ കബറിന്റെ അടുക്കൽ ചെന്ന് അവർക്ക് വേണ്ടി പാപമോചനം തേടി സ്വർഗ്ഗപ്രവേശനം തേടുകയും നരകത്തിൽ നിന്ന് മോചനം തേടുകയും ചെയ്യുന്നത് പോലും പാടില്ല. ഇത് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതായ വിദഗ്ധമായ ഒരു പറ്റം ആളുകൾ കടന്നു വരുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളക്കരയിലുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മഹാപണ്ഡിത പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തെ സംബന്ധിച്ചാണ്, അതിന്റെ രൂപം ഉടലെടുക്കുന്നതിനെ സംബന്ധിച്ചാണ്. ആ കാലഘട്ടത്തിൽ ചെയ്യുന്നതൊക്കെ വിദഗ്ധരും ശിർക്കിന്റെയും കൂട്ടത്തിൽ പെടുത്താൻ ഇവർക്ക് യാതൊരു മടിയും ഉണ്ടായില്ല. അവരുടെ വാദം ഇത് ഖുർആനിലുണ്ടോ, ഇത് ഹദീസിലുണ്ടോ എന്നതാണ്. പൊള്ളയായ ഈ വാദം പച്ചയായി തന്നെ അന്നത്തെ ഉലമാക്കൾ തുറന്നു കാണിച്ചു കൊടുത്തു. പക്ഷേ അവർ എന്തോ അല്ലാഹു അവർക്ക് ഹിദായത്ത് നൽകിയിട്ടില്ല എന്നോണം അവർക്ക് അതിനെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഇന്ന് അവർ തന്നെ അടിപിടി കൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അവരിൽ നിന്ന് തന്നെ പലവിധ ഗ്രൂപ്പുകളായി പൊട്ടിപ്പിടുന്ന ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിനോട് പറയുന്നു നിങ്ങൾ മുഴുവനും കുഫറിന്റെ പാതയിലാണ്. അപ്പൊ മറ്റൊരു ഗ്രൂപ്പ് മറ്റൊരുത്തരോട് പറയുന്നു നിങ്ങൾ മുഴുവനും ശിർക്കിന്റെ പാതയിലാണ്. ഇതെല്ലാം ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചതാണ്. ഒരു ശിർക്കും ചെയ്യാതെ ഒരു ബിദ്അത്തും ചെയ്യാതെ ഹബീബായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നവരെ ഈ ഭാഗത്തിലേക്ക് കടന്നുകൊണ്ടുകൊണ്ടുവരെ ചെയ്യുന്നത് അതുപോലെ ബിദ്അത്താണെന്നും ശിർക്കാണെന്നും ഇല്ലാത്തത് പറഞ്ഞതിന്റെ പേര് അല്ലാഹു അവരിലേക്ക് തന്നെ തിരിച്ചയക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരസ്പരം അവർക്ക് തന്നെ ഇതിലാരാണ് മുസ്ലിം എന്ന് പറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കാത്ത ഒരു അവസ്ഥ. ആ ഒരു നിലയിലേക്ക് അവരുടെ സംവിധാനങ്ങൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഇതൊക്കെ വിദഗ്ധരാകുക? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൗലിദ് നമ്മൾ കഴിക്കുന്നു, ഓതുന്നു. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതങ്ങൾ പാടുന്നു, പറയുന്നു, എഴുതുന്നു, പുകഴ്ത്തുന്നു, പ്രസംഗിക്കുന്നു. ഇതെങ്ങനെ വിജയത്തിന്റെ ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റും? ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികം എന്ന നിലയ്ക്ക്, ഒരു മാനുഷിക പ്രകൃതമായ നിലയ്ക്ക് ഞാൻ കൂടുതൽ ഒരാളെ പ്രത്യേകമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മനസ്സറിഞ്ഞുകൊണ്ട് എനിക്ക് ആ മനുഷ്യനെ പുകഴ്ത്തി പറയണേ, എനിക്ക് വല്ലാത്ത ഒരു ഹരമായിരിക്കും. അത്രയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ വിശ്വാസികൾ ചെയ്യുന്നത്. ഇനി അതൊക്കെ മാറ്റി നിർത്താം. എല്ലാം നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും ആ കാര്യത്തെ നടത്തി വിടുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പല വിഷയങ്ങളുണ്ടല്ലോ. ഇത്യാദി ആളുകൾ വന്ന് സാധാരണക്കാരായ ആളുകളോട് ചോദിക്കൽ പലപ്പോഴും അവർ ചോദിക്കാറുള്ളത് നിങ്ങൾ ചെയ്യുന്ന പലതരം പരിശുദ്ധമായ ഖുർആനിലുണ്ടോ, ഹദീസുകളിലുണ്ടോ? നിങ്ങൾ മഖ്ബൂസ് മൗലിദ് ഓതുന്നുണ്ടല്ലോ. ഈ മഖ്ബൂസ് മൗലിദ് പരിശുദ്ധമായ ഖുർആനിലുണ്ട്, നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? അതുപോലെ ഒരുപാട് വിഷയങ്ങൾ ഖുർആനിലുണ്ടും ഹദീസുകളിലുണ്ടും അവർ തെളിയിക്കാൻ പറയുമ്പോ തിരിച്ച് നമുക്ക് അവരോട് ഒരുപാട് കാര്യങ്ങൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിയിക്കാൻ പറയാനുണ്ട്. എന്താണ് ആ കാര്യങ്ങളൊക്കെ? അവർ പറയുന്ന നിസ്കാരത്തിന്റെ ശർത്തുകളുണ്ട്, നിസ്കാരത്തിന്റെ ഫർളുകളുണ്ട്. ദൈനംദിനം ചെയ്തു പോരുന്ന ഒരു അമലാണല്ലോ മനുഷ്യന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഇബാദത്താകുന്ന നിസ്കാരം. ഈ നിസ്കാരത്തിന്റെ ശർത്തുകൾ പരിശുദ്ധമായ ഖുർആനിൽ ഈ പറയപ്പെടുന്ന ആളുകൾക്ക് എടുത്തു തരാൻ സാധിക്കുമോ? ചോദിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ളവരോട് നമ്മൾ ഇവിടെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ ഒരു പ്രസ്ഥാനത്തിന്റെ വേരുവച്ചുകൊണ്ട് അടിത്തറ പാകിക്കൊണ്ട് അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അന്വേഷകന്മാരായ മഹാപണ്ഡിതന്മാർ രൂപം കൊടുക്കുന്നത് ആരാണ്? ഇതിന് രൂപം കൊടുത്തത് ബഹുമാനപ്പെട്ട സയ്യിദ് അലവി വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്. അതിന്റെ ആദ്യകാല പ്രസിഡന്റ് ആരായിരുന്നു? വരക്കൽ തങ്ങൾ. അക്കാലഘട്ടത്തിൽ എല്ലാവരും
ഹബീബായ മുത്തനബിയുടെ മധുര പാടുമ്പോ ഇത് സ്വഹാബത്ത് ചെയ്തിട്ടില്ല, ഇത് താബഈങ്ങൾ ചെയ്തിട്ടില്ല, ഇത് ഇമാമിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും അതിന്റെ തെളിവ് വിശദീകരിച്ച് പരിശുദ്ധമായ ഖുർആനിൽ ചൂണ്ടിക്കാട്ടി ഖുർആനിൽ നിന്ന് തെളിവ് കൊണ്ടുവരാൻ പലപ്പോഴും പറയാറുണ്ട്. അവരോട് വളരെ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, നിങ്ങളാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. നിങ്ങൾ എടുക്കുന്ന വസ്ത്രധാരണയുടെ ശൈലി ഏത് ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കണം. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചുവല്ലോ, 20-ാം നൂറ്റാണ്ടിലെത്തി നിൽക്കുന്ന ഈ ഒരു യുഗം ഇനി വലിയ വലിയ സംവിധാനങ്ങളോടുകൂടി അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി മുന്നോട്ട് പോകുമ്പോ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുവോ അതിന് മുഴുവനും ഈ പറയപ്പെട്ട കൂട്ടർക്ക് ഖുർആനിൽ നിന്ന് കൊണ്ടുവരാൻ സാധിക്കുമോ? ഇല്ല പ്രിയപ്പെട്ടവരെ, അതിനവർ സഹായിക്കുന്നത് ഇമാമിങ്ങളെയാണ്. ആ ഇമാമിങ്ങളെ അംഗീകരിച്ച് പോരാണ് വേണ്ടത് എന്ന് തന്നെയാണ് നമ്മളും പറയുന്നത്. ഇത്തരം ഒരു വിഭാഗക്കാർ 1920 കാലഘട്ടങ്ങളിൽ മനുഷ്യന്റെ ഈമാനിനെ കാർന്നതിന് ഇറങ്ങി പുറപ്പെട്ടപ്പോ സമുദായത്തിന്റെ ഈമാനിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് പണ്ഡിത സഭ ഒത്തിരുന്നുകൊണ്ട് മുശാവറയുണ്ട് ബഹുമാനപ്പെട്ട സമസ്ത ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. അല്ലാതെ ഒരിക്കലും അന്ന് മുതൽ പ്രത്യേകമായ ഒരു ശൈലിയിലേക്ക് നമ്മുടെ രീതി മാറി എന്നുള്ളതല്ല. അന്നേ വരെ നമ്മൾ അനുഷ്ഠിച്ചും ആചരിച്ചും പോന്നിരുന്ന പല കാര്യങ്ങളെയും ഈ കക്ഷികൾ വന്നുകൊണ്ട് എതിർത്തപ്പോ അതിന് മറുപടി എന്നോളം അവരെ ചെറുത്തു തോൽപ്പിക്കുക എന്നോളമുള്ള ഒരു പണ്ഡിത സംഘടനയായിട്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിലവിൽ വരുന്നത്. അതിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം ബിദ്അത്തിനെ ചെറുക്കുക എന്നുള്ളതാണ്. ബിദ്അത്തിനെ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം. അത് ഇന്നും അഭംഗുരം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു നാട്ടിൽ ഇത്തരം പ്രവർത്തനത്തിൽ ഊന്നിയ ആളുകൾ വന്ന് ആ നാട്ടിലെ ജനങ്ങളെ വഴിപിഴപ്പിക്കുമ്പോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴ്ഘടകങ്ങളായ പല കീഴ്ഘടകങ്ങളിൽ നിന്നും ആളുകൾ അതിനെ എതിർക്കാറുണ്ട്. കാരണം അത് നമ്മുടെ നാടിന് ആപത്താണ്. വഹാബിസമാണെങ്കിലും മുജാഹിദിസമാണെങ്കിലും തബ്ലീഗിസമാണെങ്കിലും മറ്റു ഏത് ഇസമാണെങ്കിലും പരിശുദ്ധമായ ഇസ്ലാമിന്റെ തനതായി നിന്നിരുന്ന കാഴ്ചപ്പാടുകളിൽ വരുന്നവർ ശരിയല്ലാത്ത റൂട്ടിലൂടെ മാറി സഞ്ചരിക്കുന്നു എന്നുള്ളത് നമുക്ക് പകൽ വെളിച്ചം പോലെ തുറന്നു കാണിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിനെ മാറ്റി നിർത്തി അതിനെ എതിർക്കപ്പെട്ടുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തക്കോയ തങ്ങളിൽ അതിന്റെ അധ്യക്ഷ പദവിയിൽ എത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് അതിന്റെ നേതൃപദവി വന്നിട്ടുണ്ട്. കുമരമ്പത്തൂർ ഉസ്താദ് അതിന്റെ നേതൃരംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ സർവോപരി ഒരുപാട് പണ്ഡിതന്മാരെ അതിന്റെ നേതൃരംഗത്ത് വന്നത് ഈ ഉമ്മത്തിന്റെ ഈമാനിന് കാവലൊരുക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ശൈഖുനാ ആലിമുൽ ഉസ്താദ് അതിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദും ബഹുമാനപ്പെട്ട ശംസുലൈമായിരുന്നു. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവർ 4 പതിറ്റാണ്ടോളം ഈ പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് ചുക്കാൻ പിടിച്ചു എന്നുള്ളത് വസ്തുതയാണ്. പ്രിയപ്പെട്ടവർ, ഇവര് പറയുന്ന സർവമാന വിധവത്തോളം ചെയ്തുകൊണ്ടിരുന്ന കുത്തുബിയത്ത് നടക്കുന്ന മൗലിദ് ഓതുന്ന മഖബറ ദർശനം നടത്തിയിരുന്ന സന്ദർശനം നടത്തിയിരുന്ന ഈ എങ്ങനെയാണ് പഠിക്കണം ഇവര്? എങ്ങനെയാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ തങ്ങളുടെ വഫാത്തായത് എങ്ങനെയാണ്? സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. അവസാനത്തെ അന്ത്യമാണ് നമ്മുടെ ഉസ്താദുമാരുടെ ഓരോരുത്തരുടെയും ഉലമാക്കളുടെ നമ്മൾ പരിശോധിക്കേണ്ടത്. കോഴിക്കോട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുമ്പോ
പള്ളിവിഹാരത്തിൽ നിന്നും ബാബിന്റെ മന്ത്രധ്വനികളിൽ ഇങ്ങനെ ഉയർത്തുകയാണ്. പള്ളിയിൽ നിന്ന് ഉയരുന്ന ബാബിന്റെ ജവാബ് നൽകുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് മുഅദ്ദിൻ വിളിക്കുമ്പോ അസുഖബാധിതരായി കിടക്കുന്ന ബഹുമാനപ്പെട്ട ശബ്ദസുരമാണെടുത്ത ബെഡിൽ കിടന്നുകൊണ്ട് ഹോസ്പിറ്റലിന്റെ അകത്തളങ്ങളിലുള്ള ബെഡിൽ കിടന്നുകൊണ്ട് ബാബിന്റെ ജവാബ് നൽകുകയാണ്. ബാബി വിളി തുടരുന്നതിനനുസരിച്ച് ഓരോ ജവാബും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ബഹുമാനപ്പെട്ട ശബ്ദസുരമായി നിങ്ങൾ പറയുന്നു, എന്റെ റബ്ബിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വരുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ വേണ്ട, ഇവിടെ അന്യ സ്ത്രീകൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നേഴ്സുമാരോട് പുറത്തിറങ്ങാൻ പറയുകയാണ്. ആരെ കുറിച്ചാണ് ഇത് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വളരെ അഭിമാനത്തോടുകൂടി കാണുന്ന സമസ്തയുടെ ഐശ്വര്യനായ 4 പതിറ്റാണ്ടിലെ സെക്രട്ടറി സ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണ്ട വിധം നമ്മത്തിന്റെ ഈമാനിന് കാവലിറക്കിയ മഹാപണ്ഡിതരുണ്ടല്ലോ. ഇന്ന് കാണുന്ന കേരളക്കരയിലും നമ്മുടെ ലക്ഷദ്വീപിലും മറ്റുള്ള രീതികളിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള തലയെടുത്ത് വെച്ച ഉസ്താദുമാരുടെ ഗുരുപരമ്പരയിലെ ഏറ്റവും വലിയ കണ്ണിയാണ്. ആ ശംസുലമായി തങ്ങളുടെ അവസാന നിമിഷം നമ്മൾ പരിശോധിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്, പകർത്തേണ്ടതാണ്, മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതാണ്. സമസ്തയ്ക്ക് വഴിതെറ്റിയിട്ടില്ല, സമസ്തയുടെ മക്കൾക്കും വഴിതെറ്റിയിട്ടില്ല എന്നുള്ളത് ആ ഒറ്റ അന്ത്യം കൊണ്ട് മാത്രം നമുക്ക് വിലയിരുത്താം. നമ്മളൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരായതിൽ നമുക്ക് സന്തോഷിക്കാം. മരണം വരെ ആ പണ്ഡിത സഭയ്ക്ക് പിന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർ പറയുന്നതെന്തോ അത് മുഴുവനും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നാഥനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു വരട്ടെ പ്രിയപ്പെട്ടവരെ, ശംസുലമായ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ ബാങ്കിന് ഇങ്ങനെ ജവാബ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി കൊണ്ട് ബാങ്കിന്റെ മന്ത്രധ്വനിയാകുന്ന ഏറ്റവും വലിയ കലിമത്തു തൗഹീദായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാ മുഅദ്ദിൻ പള്ളിവിലാരങ്ങളിലൂടെ അതിന്റെ മന്ത്രധ്വനി പുറത്തു വന്നപ്പോ അതിനുകൂടി ജവാബ് കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ. അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടക്കുകയാണ്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഒരു മനുഷ്യന്റെ അന്ത്യവാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളത്. ഇതേതെങ്കിലും കിട്ടുന്നത്? ഇത് ഈ അടുത്ത് നമ്മുടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ പരിചയമുള്ള നിലയ്ക്ക് വഫാത്തായ ശംസുൽ ഉലമായെ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ അവസാന യാത്ര പോകുന്ന രംഗത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ സൂചിപ്പിച്ചത്. ആ പണ്ഡിത വരേണ്യർ നേതൃത്വം നൽകിയ